ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ മഹാരാജാസ് കോളേജ്. ഒരു വട്ടമെങ്കിലും അവിടെ പഠിച്ചിറങ്ങണമെന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും. ധാരാളം ചരിത്രങ്ങളുടെ കഥ പറയാനുണ്ട് ഈ വിദ്യാലയത്തിന്. ഇഷ്ടം പോലെ കലാകാരന്മാർ അവരുടെ കഴിവുകൾക്ക് തുടക്കം കുറിച്ച സ്ഥലം. വരും തലമുറയെ വാർത്തുകൊണ്ടിരിക്കുന്ന വിദ്യാലയം. കൊച്ചിയിലെ വളരെ പഴക്കമുള്ള ഒരു കലാലയമാണ് മഹാരാജാസ് കോളേജ്. 1875 കോളേജിൻ്റെ തുടക്കം. NAAC A ഗ്രേഡ് നൽകി കോളേജിനെ ആദരിച്ചിട്ടുണ്ട്. കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് കോളേജ് നിലകൊള്ളുന്നത്. ഇത് പൂർണ്ണമായും ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമാണ്. പ്രൊഫസർ MS വിശ്വംഭരനാണ് ഇപ്പോഴത്തെ പ്രധാന അധ്യാപകൻ. 1845 കൊച്ചിൻ സർക്കാർ ഒരു മുറിയിൽ തുടങ്ങിയ ഒരു ഇംഗ്ലീഷ് വിദ്യാലയമായിട്ടാണ് കോളേജിൻ്റെ തുടക്കം. ബ്രിട്ടീഷുകാരുമായി സംസാരിക്കാൻ മൂന്നാമതൊരാളുടെ സഹായം തേടാതിരിക്കുക എന്നതായിരുന്നു ഈ സ്കൂളിൻ്റെ ലക്ഷ്യം. 1875 ഒരു കോളേജ് എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. 1925 ഒരു ജൂൺ മാസത്തിലാണ് മഹാരാജാസ് എന്ന പേര് ഈ കോളേജിനിട്ടത്. മാത്സ്, ജിയോഗ്രഫി, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി എന്നീ വിഷയങ്ങളാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. ഇവ കൂടാതെ കായിക വിദ്യാഭ്യാസവും ഇവിടെ പഠിപ്പിച്ചിരുന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരുന്നു ഈ പഠനം. ആ കാലഘട്ടത്തിൽ തന്നെ 2 വിദ്യാർത്ഥി ഹോസ്റ്റലുകളും ഈ വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. 1925 ജൂബിലി ആഘോഷങ്ങൾക്ക് മഹാരാജാസ് തുടക്കമിട്ടത്. 1947 ആദ്യമായി ബിരുദാനന്തര ബിരുദം ആരംഭിക്കുന്നത്. കെമിസ്ട്രി ആയിരുന്നു ആദ്യ വിഷയം. 1949 തിരുവിതാംകൂർ സംസ്ഥാനവും കൊച്ചി സംസ്ഥാനവും ഒന്നായതോടുകൂടി ഈ വിദ്യാലയം തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായി. 1925 500 വിദ്യാർത്ഥികളും 21 അധ്യാപകരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് 3000-ൽ പരം കുട്ടികളും 200 അധ്യാപകരുമാണ് അവിടെയുള്ളത്. മുല്ലപ്പന്തൽ, മാലാകക്കുളം, പിള്ളേച്ചൻകുളം, സമരമരം എന്നിങ്ങനെ നീണ്ടുകിടക്കുകയാണ് ചരിത്രങ്ങൾ. ശേഷം അടുത്ത വീഡിയോയിൽ. ഓക്കേ, ബായ്.